എൻ്റെ തലയിൽ മുറുകെ പിടിച്ച് വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ആ ചടങ്ങ് തടസ്സപ്പെടുത്താനായിട്ട്. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബാലഗോപാലൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ബാലഗോപാലൻ വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെ നാരായണിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം നാരായണിയാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രഞ്ജനും അനൂപും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അനൂപിൻ്റെ അമ്മ പെട്ടെന്ന് രഞ്ജനോട് പറയുകയാണ്, മംഗല്യ സൂക്തം എടുത്തിട്ട് അവളുടെ കയ്യിൽ കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമൊന്നും പിടിക്കാൻ മടിക്കുന്നെങ്കിലും മേടിക്ക് രഞ്ജ കെട്ടി കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ വാങ്ങിക്കുകയാണ് രഞ്ജൻ. എന്നിട്ട് പിന്നെയും കെട്ടാതിരിക്കുമ്പോൾ ബാലഗോപാലൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ ഇത്രയധികം വേവലാതിപ്പെടുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവനല്ല ഇവളുടെ ഭർത്താവെന്ന് എന്നൊക്കെ മനസ്സിലാലോചിക്കുകയാണ്. പെട്ടെന്ന് വീണ്ടും അനൂപിൻ്റെ അമ്മ പറയുകയാണ്, രഞ്ജ കെട്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ കെട്ടാനായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നാരായണയുടെ അമ്മയും ദേവിയുടെ രൂപത്തിൽ, ഭദ്രകാളിയുടെ രൂപത്തിൽ നൃത്തമാടുന്നതായിട്ട് ബാലഗോപാലൻ തോന്നുന്നുണ്ട് ആ ടൈമിൽ. അതിനുശേഷം വീണ്ടും കെട്ടിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന രഞ്ജൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അനൂപിൻ്റെ അമ്മയ്ക്ക് എന്തോ തളർച്ചയോ ക്ഷീണമൊക്കെ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് കെട്ടിക്കൊടുക്കുക രഞ്ജ, എനിക്കെന്തോ തല കറങ്ങാൻ പോകുന്ന പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രഞ്ജൻ ആകെ വിഷമിച്ച് എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നെഞ്ചുവേദനയായിട്ട് നമ്മുടെ അനൂപിൻ്റെ അമ്മ വീണു പോവുകയാണ്. അപ്പോഴെല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. അവിടെ വന്നിരിക്കുന്ന വൃന്ദയും ഗിരിയും അനൂപും എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന നേരത്ത് അനൂപ് അമ്മയെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോകാൻ പോകുമ്പോഴേക്കും രഞ്ജൻ ഡോക്ടർ എങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്, വേഗം കെട്ടിക്കൊടുക്കുമെന്നും പറഞ്ഞിട്ട് മാംഗല്യ സൂക്തം അനൂപിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അനൂപ് അത് വാങ്ങിയിട്ട് വേഗം തന്നെ നാരായണിയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. അത് മുത്തച്ഛൻ കാണുന്നുണ്ട്. എന്നിട്ട് അനൂപ് നേരെ പോയിട്ട് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുമ്പോഴേക്കും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ബോധമൊക്കെ വരുന്നുണ്ട് അമ്മയ്ക്ക്. എല്ലാവരും കൂടി താങ്ങി എന്നെ ഒന്ന് റൂമിലേക്ക് കിടത്തിയാൽ മതി, ഞാൻ ഒന്ന് കിടക്കട്ടെ, രാവിലെ മുതൽ എനിക്ക് ക്ഷീണമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അമ്പൂറ്റി മാമനെയാണ്. അപ്പോൾ അമ്പൂറ്റി മാമൻ കൂട്ടുകാരനോട് പോയി പറയുന്നുണ്ട്, ഞാൻ വളരെ ഹാപ്പിയായി. അപ്പോൾ എന്താ അതെനിക്ക് മുഖം കണ്ടപ്പോൾ മനസ്സിലായി, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ചടങ്ങ് കഴിഞ്ഞു. ആരാണ് മംഗല്യസൂക്തം കെട്ടിക്കൊടുത്തത്, രഞ്ജനാണോ എന്ന് പറയുമ്പോൾ അല്ല, അത് എൻ്റെ മോളുടെ ഭർത്താവ് തന്നെയാണ്, അനൂപാണെന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. അപ്പോൾ എല്ലാ ടെൻഷനും മാറിയല്ലോ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് അമല വരികയാണ്. അമല പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ്റെ ടെൻഷനെല്ലാം മാറി, മുഖമൊക്കെ ഒന്ന് ഓക്കെ ആയല്ലോ, പ്രസന്നമായല്ലോ, ഇത്രയും നേരം എന്തായിരുന്നു ഇവിടെ കോലാഹലം, ഇപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇത്രയധികം സന്തോഷിക്കുന്നത് എന്തിനാ, അതെന്താ അവിടെ സംഭവിച്ചത്, രഞ്ജേട്ടനാണോ കെട്ടിക്കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത്രയും കോലാഹലമൊക്കെ കാണിച്ച് കൂട്ടിയെന്ന് പറയുമ്പോൾ അന്നേരം ആ ഒരു ടെൻഷനായിരുന്നു, ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി എന്ന് പറയുകയാണ്. ഇതിലൊക്കെ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് അമല പറയുകയാണ്. എന്ത് കള്ളക്കളി, ഞങ്ങളൊന്നും ഒരു കള്ളക്കളിയും കളിക്കുന്നില്ല, ഞാൻ എന്തായാലും അനൂപേട്ടൻ്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് അനൂപേട്ടൻ്റെ വീട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് അങ്ങോട്ടൊന്ന് കയറുന്നുണ്ട്, എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കള്ളക്കളിയൊക്കെ തോന്നുന്നുണ്ട്, ഞാനത് കണ്ടുപിടിക്കും. അതായത് പണ്ട് അനൂപേട്ടൻ്റെ അമ്മ നാരായണിയെ രഞ്ജനയൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടാതിരുന്ന വെറുത്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് അവളെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കണമെങ്കിൽ അതിനെന്തോ പിന്നിലെന്തോ ഒരു കാരണമുണ്ട്. അതുപോലെ തന്നെ രഞ്ജനും നാരായണിയും തമ്മിലുള്ള വിവാഹത്തിന് അച്ഛൻ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല, അതിനും എന്തോ കാരണമുണ്ട്, എല്ലാം ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോളെ രഞ്ജൻ നല്ലൊരാളാണ്, പക്ഷേ നിൻ്റെ ഭർത്താവിന് അവനെ ഇഷ്ടമല്ലാതെ സ്ഥിതിക്ക് നീ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണും, എല്ലാവരും അന്ന് ഒരിക്കലും എല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അമല അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അനൂപും ഗിരിയും രഞ്ജനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തച്ഛൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എല്ലാം നിങ്ങൾ മൂന്നുപേരും വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ എന്താ മുത്തച്ഛനെ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ഹാപ്പി നിങ്ങൾ ഇന്നായിരിക്കും 3 പേരും എന്ന് പറയുമ്പോൾ അനൂപ് ചോദിക്കുകയാണ്, ഞാനെന്തിനാ ഹാപ്പി ആവുന്നത് എന്ന് പറയുമ്പോൾ നീ അധികം പൊട്ടം കളിക്കേണ്ട, എനിക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് ഊഹാപോഹങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്ന് ഓക്കെ ആയി, എൻ്റെ സംശയങ്ങളെല്ലാം ശരിയായി എന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നാരായണിയുടെ കഴുത്തിൽ നിൻ്റെ അമ്മ നെഞ്ചുവേദനയായിട്ട് വീണ സമയത്ത് മാംഗല്യസൂക്തം രഞ്ജൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടു, അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയായ നാരായണിയുടെ കഴുത്തിൽ നീ കെട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛ ചതിക്കല്ല, ആരോടും പറയല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞാൻ ചതിക്കുവാടാ, എനിക്ക് ഇഷ്ടമുള്ള കുട്ടി തന്നെയാണ്, നല്ലൊരു കുട്ടിയാണ് നീ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, ദേവിയെ ഉണർത്താനും വീട് നന്നായി പരിപാലിക്കാനും കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇനി എല്ലാത്തിനും കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് ഇനി ഒരുമിക്കാനുള്ള അവസരം ഒരുക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് അവസരം